കൂട്ടുകാരെ നമുക്ക് ESIC UDCയുടെ പ്രീക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് 2 ഫ്ലോർ ബേസ്ഡ് പസിൽ ചെയ്യാം. ആദ്യത്തേത്, there are 7 persons A, B, C, D, E, F and G live on 7 different floors on a building but necessarily in the same order. Lowermost floor of the building is numbered as 1, topmost floor is numbered as 7. ഓക്കെ, ഇത് ഫ്ലോർ ബേസ്ഡാണ്. 7 ഫ്ലോർ ഉണ്ട്, 7 പേര് 7 ഫ്ലോറായിട്ട് താമസിക്കുന്നു. അപ്പോൾ താഴത്തെ ഫ്ലോറിനെ നമ്പർ 1 എന്ന് കൊടുക്കുക, ഏറ്റവും മേലത്തെ ഫ്ലോറിന് 7 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലോർ അങ്ങ് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇത് 7ാമത്തെ ഫ്ലോറ്, ഇത് 6ാമത്തെ, 5, 4, 3, 2, 1. ഹിൻഡുകൾ നോക്കി. There are 4 persons living between F's floor and D's floor. എഫിൻ്റെയും ഡിയുടെയും ഫ്ലോറിൻ്റെ ഇടയ്ക്ക് 4 ഫ്ലോറുണ്ട്. എ ലിവ്സ് ജസ്റ്റ് അബവ് എഫ് ഫ്ലോർ. എഫിൻ്റെ തൊട്ട് മുകളിലാണ് എ താമസിക്കുന്നത്. There are more than 3 persons living between A's floor and G's floor. എയുടെയും ജിയുടെയും ഫ്ലോറിൻ്റെ ഇടയ്ക്ക് മോർ ദാൻ 3 ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 5, 6, 7 അങ്ങനെ മിനിമം 4 വേണം. സി lives immediately above B's floor but doesn't live on an even number floor. ഓക്കെ, സി ബിയുടെ തൊട്ട് മുകളിലാണ് ജീവിക്കുന്നത്. സി ബിയുടെ തൊട്ട് മുകളിൽ ബട്ട് നോട്ട് ഓൺ ആൻ ഈവൻ നമ്പർ ഫ്ലോർ. അതായത് സി ഈവനിൽ വരത്തില്ല, ഓഡിലെ വരത്തുള്ളൂ. ഇ ഡസൻ ലീവ് 1 ഓഫ് ദ ഫ്ലോർ ബിലോ ഡീസ് ഫ്ലോർ. ഡിയുടെ താഴെ ഇ വരത്തില്ല, അപ്പോൾ ഡിയുടെ മേളിലായിരിക്കും ഇ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഹിൻഡുകൾ. നോക്കി, എഫിൻ്റെ തൊട്ട് മുകളിൽ എ ഉണ്ട്, എഫിന് ഡിക്ക് ഇടയ്ക്ക് 4 പേരുണ്ട്, 4 പേരിൽ 4 ഫ്ലോറുണ്ട്. പിന്നെ എയുടെയും ജിയുടെയും ഫ്ലോറിൻ്റെ ഇടയ്ക്ക് മിനിമം 4 ഫ്ലോർ വേണം. പിന്നെ ഡിയുടെ മേളിൽ എവിടെയാണ് ഇ വരിക. പിന്നെ ബിയുടെ തൊട്ട് മുകളിൽ സി പക്ഷേ ഓടിലായിരിക്കും. ഓക്കെ, ഇവിടെ എഫും ഡിയും കിടപ്പുണ്ട്. ഇതിനകത്ത് എഫ് മേളിലാണോ താഴെയാണോ നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, എഫിനെ നമുക്ക് താഴെ ഇട്ട് നോക്കാം. എഫ് ഏറ്റവും താഴെയാണെങ്കിൽ എഫിനെ തൊട്ട് മുകളിൽ എ, എഫിന് ഡിക്ക് ഇടയ്ക്ക് 4 ഫ്ലോർ. എഫ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് ഡി ഇവിടെ. എഫ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് ഡി ഇവിടെ. ഡിയുടെ മേളിൽ ഇ ഉണ്ട്, ഡിയുടെ മേളിൽ ഇ ഇട്ട് കൊടുക്കാം. ഇനി എക്കും ജിക്കും ഇടയ്ക്ക് മിനിമം 4 ഫ്ലോർ വേണം. എ കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് ജിയുടെ ഇടമുണ്ടോ? ഇല്ല. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇനി എഫ് നമ്മൾ മേളിലേക്ക് കയറ്റി എന്ത് പറ്റുമെന്ന് നോക്കി. എഫ് ഇപ്പോൾ ഇവിടെ ഇട്ടു, അപ്പോൾ എ ഇവിടെ. എഫിൻ്റെ ഡിക്ക് ഇടയ്ക്ക് 4 ഫ്ലോർ. എഫ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് ഡി ഇവിടെ. ഡിയുടെ മേളിൽ ഇ വരണം. ഇയുടെ ഇടമുണ്ടോ? ഇല്ല. അപ്പോൾ എഫിന് ഇനി താഴെ മേളിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എഫിനൊക്കെ മേളിലിടാം. എഫ് ഇപ്പോൾ ഏറ്റവും മേളിലാണെങ്കിൽ എഫിന് മേളിൽ എ ഇടാൻ പറ്റത്തില്ല. എഫ് തൊട്ട് താഴെ ഇട്ട് കഴിഞ്ഞാൽ എഫിന് മേളിൽ എ ഇടാം. എഫിന് ഡിക്ക് ഇടയ്ക്ക് 4 ഫ്ലോർ. എഫ് ഇവിടെ 1, 2, 3, 4 കഴിഞ്ഞിട്ട് ഡി ഇവിടെ. ഡിയുടെ മേളിൽ ഇ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി എക്കും ജിക്കും ഇടയ്ക്ക് മിനിമം 4 ഫ്ലോർ വേണം. എ കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് ജി ഇവിടെ ഇടാം, വേറെ ഇടവില്ലല്ലോ. ഇനി എന്തുവാ? ഇനി ഡിയുടെ മേളിൽ ഇ ഇടണം. ഡിയുടെ മേളിൽ ഇ ഇടാൻ 3 പ്ലേസ് ഇനിയുണ്ട്. താഴത്തെ ഹിൻ്റ് എന്താ നോക്കി. ബിയുടെ തൊട്ട് മുകളിൽ സി ഒരു ഓഡ് ഫ്ലോറിൽ, സി ഓഡ് ഫ്ലോറിൽ അതിൻ്റെ തൊട്ട് താഴെ ബി വരണം. സി അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ താഴെ ബി ഇടാൻ പറ്റത്തില്ല. സി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തൊട്ട് താഴെ ബി ഇടാം. ഇനി ഡിയുടെ മേളിൽ ഇ വരണം. ഡിയുടെ മേളിൽ ഇ ഇവിടെ ഇടണം. ഓക്കെ, ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയോ? അറേഞ്ച്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂല്ലോ. അതുകൊണ്ട് ചോദ്യങ്ങൾ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അടുത്ത പസിലേക്ക് പോകും. 8 people GHI, JK, L and M and N live in a building but different floor from top to bottom. 8 പേര് ഒരു ബിൽഡിങ്ങിലുണ്ട്, പല പല ഫ്ലോറിലായിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഇസ് നമ്പർ 1 ആൻഡ് ടോപ്പ് ഫ്ലോർ ഇസ് നമ്പർ 8. ഓക്കെ, ഏറ്റവും താഴത്തെ ഫ്ലോർ 1, മേലത്തെ ഫ്ലോർ 8 ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, നമുക്ക് ആ ഫ്ലോർ അങ്ങ് വരച്ചിട്ടേക്കാം. ഏറ്റവും മേളിൽ 8, പിന്നെ 7, പിന്നെ 6, 5, 4, 3, 2, 1. ഹിൻഡുകൾ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. There is a gap of 3 floor between J and L and both of them live on odd number of floor. ജെയ്ക്കും എല്ലിനും ഇടയ്ക്ക് 3 ഫ്ലോറിൻ്റെ ഗ്യാപ്പുണ്ട്. ജെയ്ക്കും എല്ലിനും ഇടയ്ക്ക് 3 ഫ്ലോറിൻ്റെ ഗ്യാപ്പുണ്ട്. ആൻഡ് ബോത്ത് ഓഫ് ദം ലിവ് ഓൺ ഓഡ് നമ്പർ ഫ്ലോർ. രണ്ടും ഓഡ് നമ്പറിലാണ്, അതായത് 1, 3, 5, 7, 9 അങ്ങനത്തെ ഫ്ലോറിലാണ് ജെയും എല്ലും ഉള്ളത്. എൻ ലിവ്സ് ജസ്റ്റ് അബവ് എച്ച്. എച്ചിൻ്റെ തൊട്ട് മേലാണ് എൻ ഉള്ളത്. എച്ച് ഹൂ ലിവ്സ് ഇൻ ആൻ ഈവൻ നമ്പർ ഫ്ലോർ. എച്ച് ഈവനിലാണ്.
ഐ ലിവ്സ് ഓൺ ഫ്ലോർ നമ്പർ 6. ഐ ഫ്ലോർ നമ്പർ 6. അപ്പോൾ ഐയുടെ പൊസിഷൻ ഓക്കെ. ഓൺലി 1 person live between L and M. എല്ലിനും എമ്മിനും ഇടയ്ക്ക് ഒരാൾ, എല്ലിനും എമ്മിനും ഇടയ്ക്ക് ഒരാൾ. ജെ ലിവ്സ് എബോവ് ഐ. ഐയുടെ മേളിലാണ് ജെ വരുന്നത്. ഐ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഐയുടെ മേളിൽ ജെ. ജെ ഒരു ഓഡ് നമ്പർ ഫ്ലോറിലല്ലേ വരുന്നത്, അപ്പോൾ ജെ എവിടെ വരും? ജെ ഇവിടെ വരും. ജെ ഇവിടെ ആണെങ്കിൽ ജെ കഴിഞ്ഞിട്ട് 3 ഫ്ലോർ കഴിഞ്ഞിട്ട് എൽ. ജെ കഴിഞ്ഞിട്ട് 1, 2, 3 ഫ്ലോർ കഴിഞ്ഞിട്ട് എൽ. ഇനി എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം. എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അത് നമുക്കറിയത്തില്ല, അതവിടെ നിൽക്കട്ടെ. 3 person live between കെ ആൻഡ് എച്ച്. കെക്ക് എച്ചിനും ഇടയ്ക്ക് 3 പേരുണ്ട്. എച്ച് ഇത് ഇവിടെ കിടപ്പുണ്ട്, അപ്പോൾ എച്ച് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അല്ലേ നിൽക്കുന്നത്, അതായത് ഐ ഇട്ടു, ജെ ഇട്ടു, ജെ കഴിഞ്ഞിട്ട് എല്ല് ഇട്ടു, എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം, എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം എന്താ പറ്റുകയെന്ന്. അപ്പോൾ നോക്കി, എം നമ്മൾ ഇവിടെ ഇട്ടു. ഇനി എച്ചിൻ്റെ തൊട്ട് മേളിൽ എൻ, എച്ച് ഒരു ഈവൻ ഫ്ലോറിൽ, എച്ച് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് കെ. എച്ച് ഒരു ഈവൻ ഫ്ലോറിലാണ് വരുന്നത്. ഇവിടെ ഇനി ഈവൻ ഫ്ലോർ ഇത് ഇവിടെയുണ്ട്. ഇവിടെ എച്ച് ഇട്ട് ഞാൻ മേളിൽ എണ്ണിടാൻ പറ്റത്തില്ല, ഇവിടെ എച്ചിട്ട മേളിൽ എണ്ണിടാൻ പറ്റത്തില്ല, ഇവിടെ എച്ചിട്ട മേളിൽ എണ്ണിടാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് നമ്മുടെ എം അവിടെയല്ല. എല്ല് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ഇവിടെയാണ് ഉറപ്പായി. ഇനി എച്ച് ഈവനിൽ എച്ചിൻ്റെ തൊട്ട് മേളിൽ എൻ വരണം. എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മേളിൽ എൻ വരത്തില്ല. എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മേളിൽ എൻ ഇടാം. എച്ച് പി ഈവൻ ഫ്ലോറിൽ. ഇനി എച്ചിന് കെ കിടയ്ക്ക് 3 പേരുണ്ട്. എച്ച് കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് കെ വരത്തില്ല. എച്ച് കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് കെ ഇവിടെ ഇടാം. കഴിഞ്ഞല്ലേ? ഇനി ഒരാളും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. ജി എച്ച് ഐ, ജെ കെ, എൽ എം എൻ. ജി എച്ച്, ജി ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തേക്ക് ഈ 2 ദിവസം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നിങ്ങൾക്കിത് ചെയ്തെങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.